ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാം. ആദ്യം നമ്മൾക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ശർക്കര ആദ്യം ഉരുക്കിയെടുക്കാം. ഒരു 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.25 കപ്പുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയൊന്ന് മെൽറ്റാകുന്നത് വരെ തിളപ്പിക്കാം. ശർക്കരയെല്ലാം അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ 250 ml കപ്പിൽ ഒരു 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ മാവിന് മയം കിട്ടുകയുള്ളൂ. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി എടുത്ത് വയ്ക്കാം. 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പത്തിരിക്കും അപ്പത്തിനും ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇവിടെ ഞാൻ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അരിപ്പൊടിയുടെ മൂപ്പ് അനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരാം. മാവ് നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല മയം കിട്ടും. മാവിന് നല്ല ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അടച്ച് മാവ് മാറ്റി വെച്ചിരുന്നു. ചെറിയ ചൂടോടുകൂടി നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളത്തിൽ കൈ മുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും മാവ് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് മയം വരുന്നത് വരെ മാവ് നമുക്ക് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. എല്ലാം നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ച് നടുക്കൊരു കുഴിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സൈഡെല്ലാം പരത്തിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാവ് വെച്ചതുപോലെ സീൽ ചെയ്തങ്ങ് എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കണം. മാവെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നും എടുത്ത് അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറായി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.